നാഷണൽ കോളേജ് ഓഫ് കറസ്പോണ്ടൻസിൻ്റെ പ്രിയപ്പെട്ട സുന്ദരന്മാരും സുന്ദരികളും, നമ്മുടെ വിശിഷ്ടാതിഥികളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ ചടങ്ങ് ആരംഭിക്കുകയാണ്. നാഷണൽ കോളേജ് ഓഫ് കറസ്പോണ്ടൻസിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെങ്കിലും ഒരു തുടക്കത്തിനായി ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. വിദൂര വിദ്യാഭ്യാസ രംഗത്തും ഓപ്പൺ വിദ്യാഭ്യാസ രംഗത്തും വിപ്ലവകരമായി മുന്നേറ്റങ്ങളുണ്ടാക്കിയ സ്ഥാപനമാണ് നാഷണൽ കോളേജ് ഓഫ് കറസ്പോണ്ടൻസ്. വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് സ്വന്തം വീക്ഷണവും ലക്ഷ്യവുമുള്ള അഡ്വക്കേറ്റ് PM രമേശ് ബാബു 1985 നാഷണൽ കോളേജ് ഓഫ് കറസ്പോണ്ടൻസിൻ്റെ കോഴിക്കോട് ശാഖയുടെ പ്രവർത്തനം ആരംഭിച്ചത്. അതേ വർഷം തന്നെ എറണാകുളത്തും അതിൻ്റെ പ്രവർത്തനം വിപുലീകരിച്ചു. കോഴിക്കോട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡിഗ്രി പൂർത്തിയാക്കിയത് 1983. അതേ വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ 1ാം റാങ്കിലുള്ള എൻഡോമെൻ്റ് അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. അത് ഈ രംഗത്ത് തുടരുവാൻ അദ്ദേഹത്തിന് പ്രചോദനമായി. ഇപ്പോൾ നാഷണൽ കോളേജിന് വടകരയിലും മലപ്പുറത്തും ശാഖകളുണ്ട്. 1986 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓപ്പൺ സ്ട്രീമിന് തുടക്കമിട്ടത്. അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത കൂടാതെ 18 വയസ്സ് കഴിഞ്ഞ ആർക്കും ഡിഗ്രി കോഴ്സുകൾക്ക് പ്രവേശനം നൽകുന്ന ഒരു തീരുമാനമായിരുന്നു അത്. ഇത് വിദ്യാഭ്യാസ രംഗത്ത്
വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. പഠനം വഴിമുട്ടിയവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പഠനം നിലച്ചവർക്കും ഏറെ സഹായകരമായി ഇത്തരം കോഴ്സുകൾ. ഇതിനു മുമ്പ് നാം ഇത്തരം കോഴ്സുകൾക്കായി അന്യസംസ്ഥാന സർവകലാശാലകളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. ഇവിടെ ഓപ്പൺ കോഴ്സുകൾ ആരംഭിച്ചതോടെ അന്യസംസ്ഥാന ഡിഗ്രി കോഴ്സുകൾ ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട്. കഴിവുള്ള ആർക്കും ഇതുവഴി ഡിഗ്രി കോഴ്സുകൾ പൂർത്തിയാക്കാൻ അവസരം ലഭിക്കും. ഈ കോഴ്സുകൾക്ക് UGC, PSC അംഗീകാരവും ലഭിക്കുകയുണ്ടായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഓപ്പൺ ഡിഗ്രി കോഴ്സുകൾക്ക് റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ അംഗീകാരമാണുള്ളത്. അർപ്പണബോധമുള്ള വിദ്യാർത്ഥികളും ഉത്തരവാദിത്ത ബോധമുള്ള അധ്യാപകരുമാണ് നാഷണൽ കോളേജ് ഓഫ് കറസ്പോണ്ടൻസിൻ്റെ അടിസ്ഥാന ശില. അക്കാദമിക് പ്രവർത്തനങ്ങൾക്ക് പുറമെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും നാഷണൽ കറസ്പോണ്ടൻസ് മുൻഗണന നൽകുന്നു. അതിൻ്റെ തെളിവാണ് ഇന്നത്തെ ഈ സായാഹ്നം. പല പ്രമുഖ കലാകാരന്മാരെയും ഈ കോളേജ് കോഴിക്കോട് നഗരത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഈ മേഖല തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇപ്പോൾ റെഗുലർ കോളേജിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എത്രയോ മടങ്ങാണ് കറസ്പോണ്ടൻസ് കോഴ്സുകൾ വഴി പഠനം നടത്തുന്നവർ. ശ്രീ നാരായണ ഗുരുവിൻ്റെ അനുഗ്രഹവും തികഞ്ഞ ദൈവവിശ്വാസവുമാണ് തൻ്റെ വിജയങ്ങൾക്ക് പിന്നിലെന്ന് അഡ്വക്കേറ്റ് PM രമേഷ് ബാബു തീർച്ചയായും വിശ്വസിക്കുന്നു. SN ട്രസ്റ്റ് ബോർഡ് അംഗം, SN ട്രസ്റ്റ് മുൻ എക്സിക്യൂട്ടീവ് അംഗം, കോഴിക്കോട് നോർത്ത് യൂണിയൻ മുൻ പ്രസിഡന്റ്, ശ്രീനാരായണ എഡ്യൂക്കേഷൻ ഗവേണിംഗ് ബോഡി അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹത്തിന് രാഷ്ട്രപ്രതിഭാ പുരസ്കാരം കൂടി ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നേതൃത്വം നടക്കുന്ന സ്ഥാപനമാണ് നാഷണൽ കോളേജ് ഓഫ് കറസ്പോണ്ടൻസ്. നമുക്ക് നമ്മുടെ ചടങ്ങ് ആരംഭിക്കാം. വിശിഷ്ടാതിഥികൾ എത്തിക്കഴിഞ്ഞു. ഞാൻ ക്ഷണിക്കട്ടെ ബഹുമാന്യ അതിഥികളെ നിങ്ങൾക്ക് വേണ്ടി ഈ വേദിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് MES ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ. പ്ലീസ് സർ. ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഫോമർ SNDP യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ. നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ശ്രീ PV നിതീഷ്, ഡയറക്ടർ മാതൃഭൂമി ആൻഡ് KTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ അല്പസമയത്തിനകം എത്തിച്ചേരും. വേദിയിലേക്ക് ക്ഷണിക്കുന്നു അഡ്വക്കേറ്റ് PM രമേഷ് ബാബു, മാനേജിംഗ് ഡയറക്ടർ, നാഷണൽ കോളേജ് ഓഫ് കറസ്പോണ്ടൻസ്, ചെയർമാൻ കോളേജ് യൂണിയൻ NP ജയശങ്കർ. ഇന്നത്തെ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്ന VK ബിജു സാർ. ഔപചാരികമായ ചടങ്ങ് ആരംഭിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം ഈ മഹത്തായ സംഗമം. പ്രാർത്ഥനയ്ക്കായി സുഷിത K അനുപമായം വേദിയിലേക്ക്. ദേവാ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. വിറയാർന്ന കൈകൾ ചലിക്കുന്ന നേരം ഞങ്ങൾ തൻ കരളിൻ്റെ കൈക്കുമ്പിൽ നീട്ടി. വിറയാർന്ന കൈകൾ ചലിക്കുന്ന നേരം ഞങ്ങൾ തൻ കരളിൻ്റെ കൈക്കുമ്പിൽ നീട്ടി. ചൊരിയുക നാഥ നിൻ പ്രേമഗാനം. കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. വേദിയെ ധന്യമാക്കുന്ന വിശിഷ്ടാതിഥികൾക്കും സദസ്സിനെ ധന്യമാക്കുന്ന നിങ്ങൾക്കേവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് VK ബിജു സാർ സംസാരിക്കുന്നു. സ്വാഗത ഭാഷണം VK ബിജു സാർ. Very respected guests on the dais, off the dais, ladies and gentlemen, you have been celebrating this glorious day right from the early hours of this day, and you have come to the very right moment here
the formal inauguration of the 30th annual day celebrations of National College of Correspondence. It's my privilege and right to welcome all the very well-known dignitaries who are present here. Ladies and gentlemen, as you see, you can experience a very elegant dais here. In fact, our dais is garlanded with dignitaries from various realms of life. First, I would like to welcome Advocate PM Ramesh Babu, who is the managing director of this college. Advocate PM Ramesh Babu is a very well-known figure in Calicut district. He is associated with many educational programs in Kerala, and he is also a well-known figure, and he is very much associated with the SNDP Yogam. And after all, he is a very humane human of this place. With much respect and with much happiness, with due reverence, I extend a very warm, hearty welcome to Advocate PM Ramesh Babu, who will preside over this glorious function. Secondly, you must have seen, you must have experienced how a person should respond to socially relevant issues, socially relevant affairs in a land. You must all have experienced the eloquent responses of the eloquent speech of Dr. Faisal Ghafoor associated with all socially relevant issues of our day-to-day affairs. And I think it is Dr. Faisal Ghafoor is the right person to inaugurate this function. So with much respect, with much happiness, I welcome Dr. Faisal Ghafoor to this great function. Welcome, welcome, sir. Thirdly, we have an elegant personality here from the group of legal fraternity. Advocate C.K. Vidyasagar. He is a well-known lawyer from the Honorable High Court of Kerala. I must eulogize him because he is very eloquent in his performances while he deals with his cases in the court. I have to praise him because myself and Sri Ramesh Babu sir, we are all from the legal fraternity. So you can definitely expect a very eloquent speech, a very inspiring speech from a very respected Advocate C.K. Vidyasagar. So with much respect and with much happiness, Sri Vidyasagar, I extend a warm, hearty welcome. Welcome, welcome to this function, sir. Sri Vidyasagar will make the keynote address. Next, we have another guest from the Madhubhumi family, Sri P.V. Nitish sir. He is the director of Madhubhumi and KTC group of companies. In fact, we are blessed with his presence. Every year we have we would have an eminent personality from the Madhubhumi family. So this year also we have the presence of an eminent personality from the Madhubhumi family. And with much respect, sir, Mr. P.V. Nitish sir, I extend a warm, hearty welcome. Welcome, sir. We are expecting our star guest, Mr. Najim Marshad here. Unfortunately, he has not yet reached here. He will be soon here. In his absence, I extend a warm welcome to him. Next, I would like to welcome
the chairman of the college union, Sri Jayashankar, who will propose vote of thanks. Welcome, Jayashankar. I would also welcome all the students of this college, teachers and non-teaching staff of this college, well-wishers of this college to this great function. I also extend a warm, hearty welcome to the members of the media. Also, a warm, hearty welcome to all celebrity guests who are present here. Lastly, a warm, hearty welcome to all of you. Thank you. Thank you very much. That's all, friends. Thank you. വിദൂര വിദ്യാഭ്യാസ രംഗത്ത് വിസ്മയകരമായ വിപ്ലവം സാധിച്ച നാഷണൽ കോളേജ് ഓഫ് കറസ്പോണ്ടൻസിന്റെ അമരക്കാരൻ അഡ്വക്കേറ്റ് PM രമേശ് ബാബു ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നു. കോഴിക്കോടിൻ്റെ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ നിറസാന്നിധ്യമായ നാഷണൽ കോളേജിൻ്റെ എല്ലാമായ അഡ്വക്കേറ്റ് PM രമേശ് ബാബു അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ ഭാഷണത്തിലേക്ക്. സ്നേഹവും ബഹുമാനവുമുള്ള സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ ഡോക്ടർ PA ഫസൽ ഗഫൂർ അവറുകളെ, മുഖ്യ പ്രഭാഷണം നടത്താൻ സമ്മതിച്ച അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ അവറുകളെ, മുഖ്യ അതിഥിയായി പങ്കെടുക്കാൻ സമ്മതിച്ച ശ്രീ PV നിതീഷ് അവറുകളെ, സ്റ്റാർ ഗസ്റ്റായി ഇവിടെ ചേരുന്ന പ്രശസ്ത ഗായകൻ ശ്രീ നജീം അർഷാദ് അവർകൾ, മിസ്റ്റർ ജയശങ്കർ, ബിജു സർ, നാഷണൽ കോളേജ് 30 വർഷം പിന്നിട്ടിരിക്കുന്നു. ഈ 30 വർഷം പിന്നിട്ടിരിക്കുന്നു എന്നോർക്കുമ്പോൾ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. ഫസ്റ്റ് ഇയർ LLBക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പഠിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾ നടത്തുന്നതിനും വേണ്ടി, കുട്ടികളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങിയാൽ എന്താ എന്ന ഒരു ചിന്ത മനസ്സിൻ്റെ ഉള്ളിൽ വന്നു. കാരണം സാമ്പത്തികമായി അത്ര വലിയ ചുറ്റുപാടുകളില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഉപരിപഠനങ്ങൾക്ക് വലിയ പണം കണ്ടെത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. 1983-84 വർഷങ്ങളിൽ ഫറൂഖിൽ കോളേജിൽ നിന്ന്, കോഴിക്കോട് ടൗണിൽ നിന്ന് 10-22 കിലോമീറ്റർ അകലെയുള്ള ഒരു ഫറൂഖിൽ ഒരു ചെറിയ ബിൽഡിങ്ങിലാണ് കോളേജ് അന്ന് ആരംഭിച്ചത്. ആ വർഷം തന്നെ 84 തൊട്ടടുത്ത വർഷം കോഴിക്കോടിൻ്റെ വളരെ സ്ഥിരാകേന്ദ്രമായ പാളയം ജംഗ്ഷനിൽ കോളേജ് തുടങ്ങാൻ ഞങ്ങൾക്ക് സാധിച്ചു. ആ വർഷം തന്നെ ഒരിക്കലും ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടാത്ത രൂപത്തിൽ വളരെ ഗംഭീരമായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ആ വർഷം തന്നെ ഞങ്ങൾക്ക് കോളേജിൽ എൻറോൾ ചെയ്യാൻ സാധിച്ചു. ആ സമയം നിങ്ങൾ ആലോചിക്കുക, ഞാൻ ഏകദേശം